പാലാ നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ വിജയിച്ചു. 50,799 വോട്ടാണ് ലഭിച്ചത്. ലീഡ് 2,991. രണ്ടാം സ്ഥാനത്തെത്തിയത് 47,808 വോട്ട് ലഭിച്ച കേരള കോൺഗ്രസ് എം പ്രതിനിധി ജോസ് കെ മാണിയാണ്. 35,304 വോട്ട് നേടി ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മൂന്നാം സ്ഥാനത്തെത്തി. പാലാ നിയോജക മണ്ഡലം കേരളക്കര ഒന്നാകെ നോക്കിയിരുന്ന നിയോജക മണ്ഡലമായിരുന്നു. സ്ഥാനാർത്ഥികൾ മൂന്നും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. പ്രകടനങ്ങളും പരസ്യപ്രചരണങ്ങളും വാശിയേറിയ കലാശക്കൊട്ടുകളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. LDF സ്ഥാനാർത്ഥികൾ വാശിയേറിയ കലാശക്കൊട്ട് നടത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥി കലാശക്കൊട്ട് നടത്താതെ ആ പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വോട്ടെണ്ണൽ ദിവസം രാവിലെ തന്നെ ജോസ് കെ മാണിയുടെ വീട്ടിൽ പ്രവർത്തകർ ഒത്തുചേർന്നു. രാവിലെ മുതൽ ശുഭപ്രതീക്ഷയിലായിരുന്നു പ്രവർത്തകർ എല്ലാം തന്നെ. പാലാ കാർമൽ പബ്ലിക് സ്കൂളിലാണ് വോട്ടെണ്ണൽ നടന്നത്. അതീവ സുരക്ഷാ സംവിധാനത്തിലാണ് ഇത്തവണ വോട്ടെണ്ണൽ നടന്നത്. മാണി സി കാപ്പന്റെ വീട്ടിൽ രാവിലെ തന്നെ പ്രവർത്തകരും സുഹൃത്തുക്കളും എത്തിച്ചേർന്നിരുന്നു. ഭാര്യ ആലീസ്, മാണി സി കാപ്പനും മകളും കൊച്ചുമക്കളും ഒരുമിച്ചിരുന്നാണ് മാണി സി കാപ്പൻ വോട്ടെണ്ണൽ തത്സമയം TV-യിൽ നിരീക്ഷിച്ചിരുന്നത്. ആരംഭം മുതൽ തന്നെ മാണി സി കാപ്പൻ ലീഡ് നിലനിർത്തിയിരുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ മാണി സി കാപ്പൻ തന്നെയായിരുന്നു മുൻപിൽ. ആദ്യ റൗണ്ട് രാമപുരം UDF മുൻതൂക്കം. ലീഡ് UDF 193, UDF 2,835, LDF 2,642, BJP 1,934 എന്നിങ്ങനെയായിരുന്നു വോട്ട് നില. ആറാം റൗണ്ടിൽ UDF ലീഡ് 4,754 എത്തിയപ്പോൾ ജോസ് കെ മാണി മൂന്നാമത്, ഷോൺ രണ്ടാം സ്ഥാനത്ത് എന്നിങ്ങനെയായി. അത് BJP പ്രവർത്തകർക്ക് തെല്ലൊരാശ്വാസമായിരുന്നു. എന്നാൽ 10 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പാലായിൽ കാപ്പന്റെ ലീഡ് കുറഞ്ഞു. 3,793 ലീഡായി. 9, 10, 11, 12, 14 റൗണ്ടുകളിൽ ജോസ് കെ മാണി ലീഡ് ചെയ്തതോടെ LDFന് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ അവസാന റൗണ്ട് പിന്നിട്ടതോടെ മാണി സി കാപ്പൻ വിജയിച്ചു. മാണി സി കാപ്പൻ 50,799 വോട്ട് നേടി. ലീഡ് 2,991. ജോസ് കെ മാണി 47,808, ഷോൺ ജോർജ് 35,304 എന്നിങ്ങനെയാണ് വോട്ട് നില. ഭാര്യ ആലീസ് മാണി സി കാപ്പന് മധുരം നൽകിയാണ് വിജയാഘോഷത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് കേക്ക് മുറിക്കുകയും പ്രവർത്തകർ കിരീടമണിയിക്കുകയും ചെയ്തു. i4 ന്യൂസ്, പാലാ.